അക്രമവും ഗുണ്ടായിസവും തലസ്ഥാനത്ത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചൊരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. വെളുപ്പിൽശാല സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. പട്ടാപ്പകൽ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇന്നലെ മാത്രം തിരുവനന്തപുരം ജില്ലയിലെ 3 കേസുകളാണ്, അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു, പതിവ് സംഭവമായി മാറിയിരിക്കുന്നു ഈ ഗുണ്ടായിസവും അക്രമങ്ങളൊക്കെ. ഈ വിളപ്പിൽശാല സ്വദേശി അനന്തുവിനെ ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് ആക്രമിക്കാനുള്ള കാരണം എന്താണ്? ആരാണ് അക്രമത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അനന്തുവിനെ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ ഈ പീഡിയാട്രിക് വിഭാഗത്തിന് സമീപം അവിടെ ജനറേറ്റർ റൂമുണ്ട്. അതിനടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ അനന്തു എന്ന ചെറുപ്പക്കാരൻ. മറ്റ് 3 പേർ അവിടേക്ക് എത്തി അനന്തുവിനെ മർദ്ദിക്കുകയായിരുന്നു. ഇവർക്കെല്ലാം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന വിവരമാണ് വരുന്നത്. ഈ മർദ്ദിച്ചതിൽ ഒരാൾക്ക് 17 വയസ്സാണ്. ജുവനൈൽ നിയമപ്രകാരം നേരത്തെ അങ്ങനെയുള്ള ദുർഗുണ പരിഹാര പാഠശാലയിൽ കിടന്നിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഈ ക്രിമിനൽ കേസുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ഇടപെടുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അനന്തുവിന്റെ കൈവശം 500 രൂപ ഉണ്ടായിരുന്നു. ഈ 500 രൂപ ഇവർ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇതിനെ അനന്തു എതിർത്തു. തുടർന്നായിരുന്നു ഈ മർദ്ദനം. ചുറ്റിക കൊണ്ടും അതോടൊപ്പം തന്നെ കയ്യിൽ കരുതിയിരുന്ന വടി കൊണ്ടുമാണ് തുടർച്ചയായി മർദ്ദിച്ചത്. അനന്തുവിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് കാലിൽ പൊട്ടലുണ്ട്. അതോടൊപ്പം തന്നെ തലയിൽ പരിക്കുണ്ട്. 2 കാലുകളിലും പരിക്കുണ്ട്. ഒരു കാലിലാണ് പൊട്ടലുള്ളത്. തലയിൽ പരിക്കുണ്ട്. ശരീരഭാഗങ്ങളിലെല്ലാം ചതവുണ്ട്. യുവാവ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇവരെല്ലാം തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുകൾ തന്നെയാണ്. മർദ്ദനമേറ്റയാളും മർദ്ദിച്ചവരുമെല്ലാം പരിചയമുള്ള ആളുകളാണ്. ഇവർ ഒരുമിച്ച് നടക്കുന്നവരാണ്. 500 രൂപ തന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നൊരു മൊഴിയാണ് പോലീസിന് അനന്ത് നൽകിയിട്ടുള്ളത്. അതേസമയം മറ്റ് ഈ മർദ്ദിക്കുന്ന ആളുകളുടെ കൈവശമുണ്ടായിരുന്ന പണം അനന്തു തട്ടിയെടുത്തു എന്നൊരു സംശയം കൂടിയുണ്ട്. പോലീസ് ഇക്കാര്യം വിശദമായി പരിശോധിക്കുന്നുണ്ട്. അനന്തുവിന് പരാതിയില്ല എന്ന് പറഞ്ഞു. ഈ മർദ്ദനത്തിൽ തനിക്ക് പരാതിയില്ലെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോയെ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നിലവിളി കേട്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും തുടർന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. ഇവരുടെ കൈവശം ചുറ്റിക ഉണ്ടായിരുന്നു, പിന്നെ ഒരു വടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൊണ്ടാണ് മർദ്ദിക്കുന്നത്. ഈ ഏറെ നേരം മർദ്ദിച്ച ശേഷം അവിടെ തന്നെ യുവാവിനെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അവിടെ ഉണ്ടായിരുന്നവരാണ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്, അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവിടെ പീഡിയാട്രിക് വിഭാഗത്തിന്റെ സമീപത്ത് വെച്ചാണ് യുവാവിനെ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്. അവരുടെ കയ്യിൽ ചുറ്റികയുണ്ട്. ചുറ്റിക വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. പിന്നീട് ഒരു വടിയെടുത്തുകൊണ്ട് പോയി വീണ്ടും മർദ്ദിക്കുന്നുണ്ട്. അവിടെ ആശുപത്രിയിലെത്തിയ മറ്റൊരു വ്യക്തിയാണ് ഈ ദൃശ്യം മൊബൈലിൽ പകർത്തിയത്. ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തി ഉൾപ്പെടെ നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കടന്നിട്ടുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു 17-കാരൻ ഉൾപ്പെടെയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. പക്ഷെ മറുവശത്ത് ഈ അനന്തു ഇതുവരെയും പോലീസിന് പരാതി നൽകിയിട്ടില്ല. എങ്കിലും മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വി വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ഇത് എന്തുകൊണ്ടായിരിക്കാം ഈ അനന്തു പരാതി നൽകാത്ത? അനന്തു ഇവരെ ആക്രമിക്കുകയായിരുന്നോ? അതിനുശേഷം മർദ്ദനമേൽക്കുകയായിരുന്നു? ഈ അനന്തുവിന്റെ ഒരു പശ്ചാത്തലം കൂടി അറിയേണ്ടതല്ലേ? വി വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ആ ദൃശ്യങ്ങളിൽ അനന്തു നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. അനന്തു ഇവരെ ആക്രമിച്ചതിന് ശേഷം ഇവർ തിരിച്ചാക്രമിക്കുകയായിരുന്നോ? ഇപ്പോഴും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ
അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? ടോം, ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് കഴിഞ്ഞ ദിവസം ഈ മർദ്ദനമേറ്റ ശേഷമാണ് തന്റെ കൈവശമുണ്ടായിരുന്ന 500 രൂപ അവർ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്ന കാര്യം യുവാവ് പറഞ്ഞത്. പിന്നീട് ഈ ബോധം നഷ്ടപ്പെടുന്ന നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കൃത്യമായ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ഗുരുതരാവസ്ഥ എന്ന് തന്നെ പറയാവുന്ന ഒരു നിലയിലാണ്. ഇരു കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, കാലിൽ പൊട്ടലുണ്ട്, ശരീരഭാഗങ്ങളിലെല്ലാം മർദ്ദനമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഇയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടുകയെന്ന ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ പോലീസ് പ്രാഥമികമായി തന്നെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റ് പരാതികളൊന്നുമില്ല. അനന്തു ഇന്നലെ പറഞ്ഞത് തന്നെ മർദ്ദിച്ചതിൽ പരാതിയില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. എങ്കിൽ തന്നെയും പോലീസ് സുഗമോട്ടോയായി കേസെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ തിരയുകയാണ്. മാത്രവുമല്ല, മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ കറങ്ങി നടക്കുന്നവരാണ് ഇവർ എന്ന ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഒരു സംഘത്തിലുള്ളവരാണ്, സൗഹൃദ വലയത്തിലുള്ളവരാണ്. സാമ്പത്തിക പ്രശ്നമാണ് ഇങ്ങനെ ഒരു മർദ്ദനത്തിൽ കലാശിച്ചതെന്ന സൂചനയാണ്. അനന്ത് പറയുന്നത് പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. തന്റെ പക്കലുണ്ടായിരുന്ന 500 രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് അനന്തുവിന്റെ മൊഴി. എന്നാൽ ഈ മർദ്ദിക്കുന്നവരുടെ പക്കൽ നിന്ന് ഈ അനന്തു പണം കട്ടെടുത്തോ അല്ലെങ്കിൽ കവർച്ച ചെയ്തോ എന്ന ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മർദ്ദന സംഭവത്തിൽ പോലീസ് സ്വമേധയാ തന്നെ കേസെടുക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായത്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. പീഡിയാട്രിക് വിഭാഗത്തിന് സമീപം ജനറേറ്റർ റൂമുണ്ട്. ആ ജനറേറ്റർ റൂമിന് സമീപം മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അനന്ത്. ഈ സമയത്താണ് 3 പേർ അവിടേക്ക് എത്തുന്നതും തുടർന്ന് വാക്കുതർക്കമുണ്ടായി ഈ മർദ്ദനത്തിലേക്ക് പോകുന്നതും. അവിടെ തന്നെ ഉണ്ടായിരുന്ന ആശുപത്രിയിലേക്ക് എത്തിയ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ അതിക്രൂരമായ മർദ്ദനത്തിന്റെ വിവരം മനസ്സിലാവുകയായിരുന്നു. പോലീസ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തത്. പ്രതികൾ പിടിയിലായിട്ടില്ല. നേരത്തെ തന്നെ ഈ ജുവനൈൽ ആക്ട് പ്രകാരം ശിക്ഷ അനുഭവിച്ച 17 വയസ്സുകാരൻ കൂടി ഈ മർദ്ദിച്ച സംഘത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ മർദ്ദിച്ചതിൽ ഇയാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പോലീസ് നൽകുന്നുണ്ട്. ഏതായിരുന്നാലും പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും തിരുവനന്തപുരത്ത്, നമ്മുടെ നാട്ടില് ഈ രീതിയിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പട്ടാപ്പകൽ ഒരു യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.